ഇന്ത്യയുടെ പല ഭാഗത്തും കൊടും തണുപ്പാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പലയിടത്തും പതിവില്ലാത്ത തരത്തിൽ മഞ്ഞുവീഴ്ചയും മൂടൽമഞ്ഞുമൊക്കെയാണ്. എന്താണ് ഇത്തവണ ഇത്രയേറെ കാഠിന്യമേറിയ തണുപ്പെന്ന ചോദ്യമാണ് പല ഭാഗത്തുനിന്നും ഉയരുന്നത്. ഡിസംബർ മാസം തണുപ്പിന്റെ മാത്രം മാസമായിരുന്നു. ക്രിസ്മസിന് മഞ്ഞു പെയ്യുന്നതാണ് ക്രിസ്മസ് രാവുകൾക്ക് ഭംഗി നൽകിയതും. ഈ ധനുമാസ കുളിരിന് അത്രയേറെ ഭംഗിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. രാത്രിയിൽ പെയ്യുന്ന മഞ്ഞിന് കുളിരൽപ്പം കൂടുതലാണ്. സത്യം പറഞ്ഞാൽ എല്ലാ രാത്രികളിലും തണുത്തു വിറയ്ക്കുകയാണ് പതിവ്. ഇതെന്താണ് ഇത്തവണ ഇത്രയേറെ കാഠിന്യമേറിയ തണുപ്പ് എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞു. കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യ ഒക്ടോബർ മുതൽ തന്നെ തണുത്തു വിറച്ചു തുടങ്ങിയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഇത്തവണ തണുപ്പ് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ആഗോള കാലാവസ്ഥയിലെ ചാക്രിക പ്രതിഭാസമായ ലാനിനയുടെ സാന്നിധ്യമാണെന്നാണ് കാലാവസ്ഥാ കേന്ദ്ര മേധാവികൾ തന്നെ പറയുന്നത്. പസഫിക് സമുദ്ര താപനിലയെ താഴേക്ക് പിടിച്ചു തണുപ്പിക്കുന്ന ലാനിന പലപ്പോഴും തണുപ്പിന്റെ കമ്പളവുമായാണ് ആഗോള കാലാവസ്ഥയെ പുതപ്പിക്കാൻ എത്തുന്നത്. എന്നാൽ ചില വർഷങ്ങളിൽ ഇതിന്റെ എതിർ പ്രതിഭാസമായ എൽനിനോ ഇന്ത്യൻ മൺസൂണിനെ പോലും ബാധിക്കാറുണ്ട്. മധ്യരേഖ പസഫിക് സമുദ്ര താപനിലയെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് ആഗോളതലത്തിൽ ചൂടും ഉഷ്ണവും എത്തിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ. ഏകദേശം 2 വർഷം കൂടുമ്പോൾ എൽനിനോയും ലാനിനായും മാറിമറയുന്നത് ആഗോള കാലാവസ്ഥയുടെ താളക്രമത്തിന്റെ തന്നെ ഭാഗമാണ്. എന്നാൽ ലാനിനായും ഇന്ത്യയിലെ ശൈത്യകാലവുമായി നേരിട്ട് ബന്ധമില്ലെന്നോ ഇത് പലതരം ആഗോള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ കൂടിച്ചേരലിന്റെ ഫലമായി അനുഭവപ്പെടുന്ന ഒരു അന്തിമ അനുഭവമാണെന്നുമാണ് നിരീക്ഷകർ പറയുന്നത്. എന്തുതന്നെയായാലും ഈ തണുപ്പ് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രവും അറിയിക്കുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഓരോ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മാറ്റങ്ങളാണ് കാണാനാകുന്നതും. അത് കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ തന്നെയാണ് മഞ്ഞ് മൂടുന്നതും മഞ്ഞ് വീഴുന്നതുമായുള്ള പ്രതിഭാസങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. അടുത്ത വർഷം തുടക്കത്തിലും ഈ മഞ്ഞുവീഴ്ചയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.